ഗുരുദർശന വിചാര കേന്ദ്രത്തിൻ്റെ ആത്മോപദേശ ശതക മാസാചരണത്തിൻ്റെ ഭാഗമായുള്ള ഇന്നത്തെ വായന, മൂന്നാം ദിവസത്തെ വായന 11 മുതൽ 15 വരെ അധ്യായങ്ങളിലായി പോകുന്നു. നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ ആത്മബോധത്തിൽ നിന്ന് കൂടുതൽ വിവേകത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ജന്മം മുഴുവൻ അതിനു വേണ്ടിയുള്ള പ്രയത്നമായിരുന്നു എന്ന് കാണാം. തൻ്റെ ജന്മത്തിൻ്റെ സഫലീകരണം എന്താണ് എന്ന് അന്വേഷിച്ചാൽ ആത്മബോധമുള്ള മനുഷ്യനെ ലോകത്ത് സൃഷ്ടിച്ചെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിനെയാണ് ആത്മോപദേശ ശതകം ലക്ഷ്യം വയ്ക്കുന്നത്. എല്ലാവർക്കും മൂന്നാം ദിവസത്തെ വായനയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. നമുക്ക് 11ാം ഖണ്ഡം എന്താണ് എന്ന് നോക്കാം. നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ 11ാം ഖണ്ഡത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിലകമേ പലതല്ലതേകമാകും, അകലുമഹന്തയനേകമാകയാലീ തുകയില അഹം പൊരുളം തുടർന്നിടുന്നു. അഹം എന്ന് കരുതുന്നതെല്ലാം പലതല്ല, അതേകമാണ് എന്നത്രേ ഭഗവാന്റെ അഭിപ്രായം. ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്നതാണ് 12ാമത്തെ ഖണ്ഡം എന്ന് കാണാൻ സാധിക്കും. 12ാം ഖണ്ഡം എന്താണ്? തൊലിയുമെലുമ്പുമലം ദുരന്തമന്ധ കലകളുമേന്തുമഹന്തയൊന്നു കാൺക, പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും, വലിയൊരഹന്ത വരം തരേണം. വലിയൊരഹന്ത നമ്മുടെ ഉള്ളിൽ വരാതിരിക്കാനുള്ള വരം തരണം. ആ വരം കിട്ടാൻ വേണ്ടിയിട്ട്, അഹങ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ആ വരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ജീവിതം കൊണ്ട് പരിശ്രമിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. 13 പറയുന്നു: ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലരിട്ട വണങ്ങിയോതിയക്ഷമാറി, സകലമഴിഞ്ഞു കേവലത്തിൻ മഹിമയുമുറ്റു മഹസ്സിലാണ്ടിടേണം. ആ മഹത്വത്തിൽ നാം അങ്ങ് പോകണം, അലിഞ്ഞു ചേരണം. ഇത് ത്രിഗുണമയ ആയിരിക്കുന്നവനാരോ അവനിൽ. 14 ത്രിഭുവനസീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം, കപടയതിക്കു കരസ്ഥമാകുവീലെന്നുപനിഷദൂക്തി രഹസ്യമോർത്തിടണം. കപടയതിക്ക് ഒരിക്കലും ത്രിപുടി മുടിഞ്ഞുള്ള ആ മഹാപ്രകാശം ലഭ്യമാകുകയില്ല. ഇതൊരു രഹസ്യമാണ്. ആ രഹസ്യം എപ്പോഴും ഉണ്ടാവണം. 15ാം ഖണ്ഡം നമ്മോട് എന്തു പറയുന്നു എന്ന് പരിശോധിക്കാം. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർ ഒരു 10,000 ആണ്ടൊരൽപ്പനേരം, അറിവപരപ്രകൃതിക്ക് അധീനമായാൽ അരനാഴിക അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. അരനാഴിക, അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. വീണ്ടും പറയണു: അറിവപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ടു പോലെ തോന്നും. നമുക്കെല്ലാം ഒരരനൊടി 1000 ആണ്ട് പോലെ തോന്നുകയാണ്.
ആത്മബോധം വരുമ്പോൾ, വിവേകം ഉദിക്കുമ്പോൾ, അകത്ത് ദീപം തെളിയുമ്പോൾ നമ്മളിലെല്ലാം ഭയങ്കരമായ മാറ്റം ഉണ്ടാകും എന്നാണ് ആത്മോപദേശത്തിൻ്റെ ഈ പാരായണത്തിലൂടെ ഇന്ന് കേൾവിക്കാരായ എൻ്റെ സഹോദരങ്ങൾക്ക്, പ്രിയർക്ക് മുമ്പിൽ പറയാനുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ 16 മുതൽ 21 വരെയുള്ള 5 ഖണ്ഡവുമായി വരാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം യാത്ര പറഞ്ഞുകൊള്ളട്ടെ. എല്ലാവർക്കും ക്ഷേമം ആശംസിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.